ഇപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിതരണം നടക്കുകയാണ്. നിശാഗന്ധിയിൽ, തലസ്ഥാന നിശാഗന്ധിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മമ്മൂക്കയെ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. അങ്ങനെ 51 ചലച്ചിത്ര പ്രതിഭകൾക്കാണ് മുഖ്യമന്ത്രി പുരസ്കാരം കൈമാറുക. അവിടെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. പ്രക്രിയയിലും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക, ഇൻക്ലൂസിവിറ്റി എന്നൊരു വലിയ സന്ദേശം ഇതിലൂടെ കേരളം ജനങ്ങൾക്ക് നൽകുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ ശ്രീ മധു ഇറവങ്കര ചെയർപേഴ്സണായ ജൂറിയാണ് രചനാ വിഭാഗം അവാർഡുകൾ നിർണയിച്ചത്. നിരൂപകൻ ശ്രീ എ ചന്ദ്രശേഖർ, ഡോക്ടർ വിനീത വിജയൻ എന്നിവരായിരുന്നു ജൂറിയിലെ മറ്റംഗങ്ങൾ. ചലച്ചിത്ര വിഭാഗം ജൂറിയിലും രചനാ വിഭാഗം ജൂറിയിലും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറി ആയിരുന്നു. കതിരും പതിരും വേർതിരിച്ചുള്ള വിളവെടുപ്പിലൂടെ കലാപരമായ മികവുകൾ, സാമൂഹിക പ്രസക്തിയും സാങ്കേതിക വൈദഗ്ധ്യവും സമന്വയിച്ച സിനിമകൾ കണ്ടെടുത്ത് അവയെ ചരിത്രപരമായി അടയാളപ്പെടുത്തിയ എല്ലാ ജൂറി അംഗങ്ങൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ നന്ദി അറിയിക്കുന്നു. 2021 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ നിയമാവലി അവസാനമായി പരിഷ്കരിച്ചത്. 5 വർഷങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നിയമാവലി കാലോചിതമായി പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ സാംസ്കാരിക വകുപ്പിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കും. മുൻ വർഷങ്ങളിലെ ജൂറി റിപ്പോർട്ടുകളുടെ പ്രസക്തമായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഭേദഗതികൾ സമർപ്പിക്കുക. OTT പ്ലാറ്റ്ഫോമുകളും മറ്റ് വെബ് കണ്ടന്റ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളും കൂടുതൽ പ്രചാരം നേടിയ ഈ സാഹചര്യത്തിൽ ഈ നവമാധ്യമങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡിൻ്റെ നിയമാവലിയും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച ഭേദഗതികളും സാംസ്കാരിക വകുപ്പിൻ്റെ പരിഗണനയ്ക്കായി ഉടൻ തന്നെ സമർപ്പിക്കും. മികച്ച സിനിമകൾ ഒരുക്കുകയും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം കരസ്ഥമാക്കുകയും ചെയ്ത എല്ലാ അവാർഡ് ജേതാക്കൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു ഡോക്ടർ റസൂൽ പൂക്കുട്ടി. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ സജി ചെറിയാൻ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ, പ്രിയങ്കനായ ജൂറി ചെയർമാൻ ശ്രീ പ്രകാശ് രാജ്, മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക, പ്രിയപ്പെട്ട ശാരദാമ്മ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുട്ടി, സെക്രട്ടറി സി അജോയ്, വേദിയിലും സദസ്സിലുമുള്ള ദിവ്യ എസ് അയ്യർ IAS അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രകടിപ്പിക്കുന്ന മികവിന് കേരള സർക്കാർ നൽകുന്ന ഔദ്യോഗികമായ അംഗീകാരമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. ഉയർന്ന കലാമൂല്യമുള്ളതും സാങ്കേതിക തികവ് പുലർത്തുന്നതുമായ സിനിമകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ അവാർഡുകളുടെ ലക്ഷ്യം. 1969 ആദ്യമായി സർക്കാർ തലത്തിൽ സിനിമകളെ അംഗീകരിക്കുന്നതിനായി അവാർഡുകൾ ഏർപ്പെടുത്തിയത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ഇന്നിവിടെ സമ്മാനിക്കുന്നത്. 2024 മലയാള സിനിമയെ പ്രമേയപരമായും സാങ്കേതികമായും ഉയരങ്ങളിലെത്തിച്ച 51 ചലച്ചിത്ര പ്രതിഭകൾക്കായി വിവിധ വിഭാഗങ്ങൾ 57 പുരസ്കാരങ്ങൾ ഈ വേദിയിൽ സമ്മാനിക്കും. കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ദാനിയേൽ അവാർഡാണ് ആദ്യമായി ഈ വേദിയിൽ സമ്മാനിക്കപ്പെടുന്നത്. 2017 JC ദാനിയേൽ അവാർഡ് ജേതാവായ ശ്രീ ശ്രീകുമാരൻ തമ്പി ചെയർപേഴ്സണും ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ നടി ഉർവശി, മുതിർന്ന ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളായും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. മലയാള സിനിമയിലെ ഒരു മഹാപ്രതിഭയെ ഈ പുരസ്കാരത്തെ തിരഞ്ഞെടുത്ത ജൂറിയോടുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ നേടിത്തന്ന ശ്രീമതി ശാരദയ്ക്കാണ് 80 വയസ്സ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുന്നത്. ശതാഭിഷേക നിറവിൽ നിൽക്കുന്ന പ്രിയ നടി ശാരദയ്ക്ക് ഇരട്ടി മധുരമായി ഈ പുരസ്കാരം സമ്മാനിക്കുന്നതിൽ സാംസ്കാരിക വകുപ്പിന് അഭിമാനമുണ്ട്. IFFKയിൽ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങാണ് ഇപ്പോൾ നിശാഗന്ധിയിൽ തുടങ്ങിയിരിക്കുന്നത്.
ചലച്ചിത്ര മേഖലയിൽ നൽകിയിട്ടുള്ള പരമോന്നത സംഭാവനകൾക്കായിട്ടുള്ള പരമോന്നത പുരസ്കാരമായിട്ടുള്ള ജെസ്സി ഡാനിയൽ പുരസ്കാരം ശാരദാമ്മ ഏറ്റുവാങ്ങും. അങ്ങനെ 51 പേർ, മമ്മൂക്ക ഉൾപ്പെടെ 51 ചലച്ചിത്ര പ്രതിഭകളാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. അവർക്കൊക്കെയുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വിവരങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.